ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 സെറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സെറ്റിന്റെ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്നാണ്. അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ ഞാൻ എന്താണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡെഫിനിഷൻ തന്നതെന്നൊന്നും വിചാരിക്കേണ്ട. ഇതിൽ ഞാൻ മെയിൻ ആയിട്ട് 2 വേർഡ്സിനെ കുറിച്ച് പറയാനാണ് അതിന്റെ ഡെഫിനിഷൻ ഫസ്റ്റ് ഇവിടെ എഴുതിയത്. അതിൽ ഏറ്റവും ആദ്യം ഞാൻ അണ്ടർലൈൻ ചെയ്ത 2 വേർഡ്സ് ഒന്ന് ചെക്ക് ചെയ്യുക. വെൽ ഡിഫൈൻഡ് ആൻഡ് കളക്ഷൻ. അല്ലെ? കളക്ഷൻ നിങ്ങൾക്കിപ്പോൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, അറിയാം. കളക്ഷൻ ഓഫ് പെൻ എന്ന് പറഞ്ഞാൽ കുറേ പെൻസ് ആണ്. കളക്ഷൻ ഓഫ് ഡ്രസ് എന്ന് പറഞ്ഞാൽ കുറേ ഡ്രസ്സ് ആണ്. അങ്ങനിപ്പോൾ കളക്ഷന് പ്രത്യേകിച്ച് നമുക്ക് ഒരു മീനിങ് പുതിയതായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി വെൽ ഡിഫൈൻഡ് എന്താന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ വെൽ ഡിഫൈൻഡ് എന്ന് പറയുമ്പം അപ്പം നമ്മൾ പറയാണ്, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ദ മോസ്റ്റ് ഫേമസ് ദ മോസ്റ്റ് ഫേമസ് അല്ലെങ്കിൽ മോസ്റ്റ് 5 ഫേമസ് എടുത്തോളൂ. കറക്റ്റ് നമ്പർ പറയുകയാണെ. 5 ഫേമസ് മാത്തമാറ്റീഷ്യൻസ് സയന്റിസ്റ്റ് പോയറ്റ്സ് എന്നൊക്കെ പറയാണ്. മാത്തമാറ്റീഷ്യൻസ് എന്ന് മാത്രം പറയുമ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. നമ്മൾ ഈ 5 ഫേമസ് മാത്തമാറ്റീഷ്യൻസിൽ ആരേനെയാണ് ഇൻക്ലൂഡ് ചെയ്യിക്കുക? ഇനി പോയറ്റ്സ് ആണെങ്കിൽ എല്ലാം നമുക്ക് ചില ആളുകൾക്ക് ഏതെങ്കിലും ഒരു 5 പേഴ്സൺസിനെ ആയിരിക്കും അതിൽ ഇൻക്ലൂഡ് ചെയ്യണം തോന്നും. കുറച്ച് പേർക്ക് വേറെ ആരെങ്കിലും ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഹൂ ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് കളക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന കൺസെപ്റ്റ് ആണ് ഇസ് നോട്ട് വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. നോട്ട് വെൽ ഡിഫൈൻഡ് എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എന്നാൽ കറക്റ്റ് ആയിട്ട് അതിൽ ആരാണ് എന്ന് പറയാൻ പറ്റുന്നില്ല. ഉം. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണ്. കളക്ഷൻ ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എന്ന് പറയുന്നു. കളക്ഷൻ ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. കളക്ഷൻ ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞൂടെ? ആരൊക്കെയാണ് ആ കളക്ഷനിൽ വരുന്നത്? എ ബി സി ഡി ടു സെഡ് വരെ. അറിയാലോ, എ ബി സി ഡി ടു സെഡ് എന്ന് പറയുന്ന ലെറ്റേഴ്സ് ആണ് ഈ കളക്ഷനിൽ വരുന്നുള്ളൂ. ഇപ്പോൾ വേറെ ഏതെങ്കിലും ലാംഗ്വേജിന്റെ ലെറ്റേഴ്സ് കൊണ്ടുവന്നിട്ട് നമ്മൾ അതിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ അതിൽ വരില്ല. അല്ലേ? അപ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഈ ആൾ ആ കളക്ഷനിൽ ഉണ്ടോ? അല്ലെങ്കിൽ ഈ മെമ്പർ ആ കളക്ഷനിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റണം. അതുപോലെ തന്നെ ആരൊക്കെ അതിലുണ്ട് എന്ന് പറയാനും പറ്റണം. ആ കളക്ഷനിൽ ഹൂ ഇൻക്ലൂഡ്സ് ആൻഡ് ഹൂ ഡസ് നോട്ട് ഇൻക്ലൂഡ് എന്നല്ല. ഒരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വെദർ ദാറ്റ് പേഴ്സൺ അല്ലെങ്കിൽ ദാറ്റ് മെമ്പർ ബിലോങ്സ് ടു ദാറ്റ് കളക്ഷൻ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ ബിലോങ്സ് ടു എന്നല്ലെങ്കിൽ ആ കളക്ഷനിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുമെങ്കിൽ അതാണ് വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അതിലുള്ള മെമ്പേഴ്സിനെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ ആൾ അതിനകത്തുണ്ടോ അല്ലെങ്കിൽ ആ മെമ്പർ അതിനകത്തുണ്ടോ എന്ന് പറയാനും പറ്റണം. ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കറക്റ്റായിട്ട് പറയാനും പറ്റണം. ഇതാണ് വെൽ ഡിഫൈൻഡ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഫസ്റ്റ് എക്സാമ്പിളിൽ മോസ്റ്റ് 5 ഫേമസ് മാത്തമാറ്റീഷ്യൻസ് പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ഏറ്റവും നല്ല പോയറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് നല്ലത് പറയുക. ഇപ്പോൾ എനിക്കിഷ്ടമുള്ള ആളുകളെ ആവില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടമുണ്ടാവും. അപ്പോൾ ആ 5 എന്ന് പറയുന്ന നമ്പറിൽ ആര് വരും എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺസ്. അത് ഓരോ സ്ഥലത്തും റീജിയൻ അനുസരിച്ച് മാറാം. ഡിഫറന്റ് ആയിട്ട് വരാം. പക്ഷേ സെക്കൻഡ് കേസ് കളക്ഷൻ ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എന്ന് എടുക്കുമ്പോൾ അത് നിങ്ങൾ എവിടെ നിന്ന് ചോദിച്ചാലും ഒക്കെ കൃത്യമായിട്ട് പറയാം ആരാണ്. ഇനി വേറൊരാളെ കൊടുന്നാൽ അയാൾ അതിലുണ്ടോ എന്നും പറയാൻ പറ്റും. അല്ലേ? അങ്ങനെ വരുന്ന കറക്റ്റായിട്ട് അതിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് കളക്ഷനെയാണ് നമ്മൾ വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വെൽ ഡിഫൈൻഡ് എന്ന് കിട്ടിയല്ലോ. അപ്പോൾ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ് സെറ്റ്. സോ എ സെറ്റ് ഈസ് അവിടെ ഡെഫിനിഷൻ ക്ലിയർ ആവും. എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്നാണ്. അപ്പോൾ സെറ്റിന്റെ ഡെഫിനിഷൻ മനസ്സിലായി. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ദാറ്റ് മീൻസ് മെമ്പേഴ്സ് ആരാണ് കറക്റ്റ് പറയാൻ പറ്റണം. പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നാൽ ഈ ആൾ അതിനുണ്ടോ ഇല്ലേ എന്ന് പറയാൻ പറ്റണം. അതാണ് വെൽ ഡിഫൈൻഡ് എന്നുള്ള വേർഡിന്റെ മീനിങ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ പറയുകയാണ് കളക്ഷൻ ഓഫ് വോവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. കളക്ഷൻ ഓഫ് വോവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് പറയുന്നു. കളക്ഷൻ ഓഫ് വോവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കറിയാം. വിച്ച് ആർ ദ വോവൽസ്? എ, ഇ, ഐ, ഒ, യു. അപ്പോൾ എ, ഇ, ഐ, ഒ, യു ആർ ദ വോവൽസ്. സോ ദീസ് 5 ആൽഫബറ്റ്സ് ബിലോങ്സ് ടു ദിസ് കളക്ഷൻ. അല്ലേ? അപ്പം ഞാൻ വേറൊരു ആൽഫബറ്റ് എടുത്തു, ബി. നമുക്ക് പറയാലോ ബി ആ കളക്ഷനിൽ ഇല്ല. കാരണം എന്താ? ബി വോവൽ അല്ല. അപ്പൊ ബി എന്ന് പറഞ്ഞ ഒരു ലെറ്റർ എടുത്ത് കഴിയുമ്പോൾ അത് അതിനകത്ത് ഇല്ല എന്ന് നമുക്ക് ക്ലിയർ ആണ്. പക്ഷേ യു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതും ക്ലിയർ ആണ്.
അതാണ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ. അപ്പോൾ എ, ഇ, ഐ, ഒ, യു എന്ന് പറയുന്ന ഒരു കളക്ഷൻ ഓഫ് വൊവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് എടുക്കുമ്പോൾ ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. സോ ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവുന്നു അല്ലേ? അപ്പോൾ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ എന്താന്ന് വിളിക്കുന്നത്? സെറ്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ സെറ്റ്? എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വേറൊരു കളക്ഷൻ എക്സാമ്പിൾ തരാം. കളക്ഷൻ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 120. കളക്ഷൻ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 120. കളക്ഷൻ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 120 എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 120 ഇപ്പോൾ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം എന്നൊന്നുമില്ല. നമുക്ക് കൃത്യമായിട്ട് 12 ഇൻറ്റു 10 അറിയാം. 12 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 12 ഈസ് 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 5 അല്ലേ? 4 ഈസ് 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 5. സോ 2 ക്യൂബ് ഇൻറ്റു 3 ഇൻറ്റു 5. 2 ക്യൂബ് ഇൻറ്റു 3 ഇൻറ്റു 5 എന്ന് വന്നു. അപ്പോൾ 120യുടെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2, 3 ആൻഡ് 5 ആണ്. അപ്പോൾ കളക്ഷൻ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 120 എന്ന് പറയുമ്പോൾ 2, 3 ആൻഡ് 5 ആർ ദി പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 120 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ കളക്ഷനിലെ മെമ്പേഴ്സ് കറക്റ്റായിട്ട് പറയാലോ. വിച്ച് ആർ ദ മെമ്പേഴ്സ്? 2, 3 ആൻഡ് 5. അപ്പോൾ ഞാനിവിടെ 7 എഴുതുമ്പോൾ 7 ഈസ് നോട്ട് എ മെമ്പർ എന്നും നമുക്ക് പറയാം. കണ്ടോ? സോ ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. സോ ദിസ് കളക്ഷൻ ഈസ് എ സെറ്റ്. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്നാണ് പറയുക. അപ്പോൾ സെറ്റ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് നൊട്ടേഷൻ പറയുന്നുണ്ട്. നമ്മൾ സെറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് കേട്ടോ. ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് കളക്ഷനെ സെറ്റ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏത് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാം? എ, ബി, സി, ഡി അങ്ങനെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന എ, ബി, സി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പി, ക്യു, ആർ യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്, വൈ, സെഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം. നമ്മൾ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യനിൽ M4 മാത്സ്, P4 ഫിസിക്സ്, C4 കെമിസ്ട്രി അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അപ്പം നമ്മൾ പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എ സെറ്റ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം? സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അതും നിങ്ങൾ ഓർത്ത് വെക്കണേ. ഏത് ക്യാപിറ്റൽ ലെറ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്ന കുറച്ച് കോമൺലി യൂസ്ഡ് ലെറ്റേഴ്സ് ആണ് എ, ബി, സി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സെറ്റിലെ മെമ്പേഴ്സിനെ യൂസ് ചെയ്യാൻ നമ്മൾ സാധാരണ ലെറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ സ്മോൾ ലെറ്റേഴ്സ് ആണ്. സ്മോൾ ലെറ്റേഴ്സ് ആർ യൂസ് ടു റെപ്രസെൻറ്റ് എന്നാണ് പറയുന്നത്. സ്മോൾ ലെറ്റേഴ്സ് ആർ യൂസ് ടു റെപ്രസെൻറ്റ് ദി മെമ്പേഴ്സ് ഓഫ് ദി സെറ്റ് എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വോവൽസ് എഴുതിയപ്പോൾ എ, ഇ, ഐ, ഒ, യു എന്ന് എഴുതിയത് സ്മോൾ ലെറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്ത്. സ്മോൾ ലെറ്റർ ആണെങ്കിലാണ് പറയുന്നത്. നമ്പേഴ്സിനാകുമ്പോൾ നമുക്കതൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ 1, 2, 3, 4 എന്ന് പറയാൻ അതൊന്നും പ്രശ്നമില്ല. ലെറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ ഏത് ലെറ്റേഴ്സ് യൂസ് ചെയ്യും? സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യും. സെറ്റിൻ്റെ നെയിം ആയിട്ട് വരുന്നതാണ് ക്യാപിറ്റൽ ലെറ്റർ. സെറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ ക്യാപിറ്റൽ ലെറ്ററും സെറ്റിലെ മെമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സ്മോൾ ലെറ്റേഴ്സും എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വോവൽസിൻ്റെ കളക്ഷൻ സെറ്റ് തന്നെ എടുക്കുക. എ, ഇ, ഐ, ഒ, യു ആണ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞു അല്ലേ? വോവൽസിൻ്റെ കളക്ഷൻ ആണ് എ, ഇ, ഐ, ഒ, യു ആണ്. അപ്പോൾ നമുക്ക് പറയാലോ എ ഈസ് എ മെമ്പർ ഓഫ് ദിസ് കളക്ഷൻ. എ ഈസ് എ മെമ്പർ ഓഫ് ദിസ് കളക്ഷൻ ആണ്. മെമ്പർ ഓഫ് ദിസ് കളക്ഷൻ. എ ഈസ് എ മെമ്പർ ഓഫ് ദിസ് കളക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? എ അതിനുണ്ട് എന്നുള്ള മീനിങ് വന്നു. അതിന് നമ്മളൊരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. എ വേർഡ് വരുന്നത് ബിലോങ്സ് ടു ദിസ് കളക്ഷൻ എന്നാണ്. എ ബിലോങ്സ് ടു ദിസ് കളക്ഷൻ. ഇനി ആ കളക്ഷന് ഞാൻ വേറൊരു ലെറ്റർ യൂസ് ചെയ്യാണ് ക്യാപിറ്റൽ എ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാം എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ക്യാപിറ്റൽ എ എന്നുള്ളത് ക്ലിയർ ആണ്. വാട്ട് ഈസ് ക്യാപിറ്റൽ എ? ക്യാപിറ്റൽ എ ഈസ് എ കളക്ഷൻ ഓഫ് വോവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. സോ എ ഈസ് എ വോവൽ ഇൻ ദാറ്റ് സെറ്റ്. സോ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ എന്ന് പറയാം. എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ എന്ന് നമ്മൾ വായിക്കുന്നത്, നമ്മൾ റീഡ് ചെയ്യുന്നതിനെ സിംബോളിക്കലി നമ്മൾ എഴുതുന്നത് എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. സിമ്പിൾ ഇതാണ്. എ എന്ന് എഴുതാം. നമ്മൾ ബിലോങ്സ് ടു കണ്ടോ, ഇങ്ങനെയാണ് ബിലോങ്സ് ടു എഴുതാം. ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. ഇനി എ എന്ന് എഴുതിയിട്ട് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ ഇ എഴുതുന്ന പോലെ എഴുതരുതേ. അതുകൊണ്ടാണ് ഞാൻ ഒരു സി ഒക്കെ എഴുതുന്ന പോലെ ഒരു കർവ് നേച്ചർ കൊടുക്കുക. എന്നിട്ടൊരു ലൈൻ കൂടി അതിനകത്ത് കൊടുക്കുക കേട്ടോ. എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. അപ്പോൾ ഈ സിമ്പിളിന് ആക്ച്വലി ഒരു പേരുണ്ട്, എപ്സിലോൺ എന്നാണ് കേട്ടോ.
എപ്സിലോൺ എന്നാണ് ആ സിമ്പൽ വായിക്കുക. പക്ഷെ ഇവിടെ നമ്മൾ എപ്സിലോൺ എന്നല്ല വായിക്കേണ്ടത്, എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ എന്നാണ് വായിക്കേണ്ടത്. ഇപ്പൊ ഇനി ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എ ഇ ഐ ഒ യു എന്നൊക്കെ എഴുതുന്നതിന് പുതിയൊരു റെപ്രസെന്റേഷൻ ഉണ്ട്. അപ്പൊ സെറ്റ് എന്താന്ന് ക്ലിയർ ആയല്ലോ. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. വെൽ ഡിഫൈൻഡ് എന്താന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. ഇനി സെറ്റിൽ മെമ്പർ വരുന്നുണ്ടെങ്കിൽ മെമ്പർ ഓഫ് ദിസ് കളക്ഷൻ എന്നുള്ളതിന് വേർഡ് യൂസ് ചെയ്യുന്നത് ദാറ്റ് മെമ്പർ ബിലോങ്സ് ടു ദിസ് കളക്ഷൻ എന്നാണ്. കളക്ഷന് നെയിം കൊടുക്കുകയാണെങ്കിൽ എ ബിലോങ്സ് ടു എ എന്നുള്ള ഫോമിലാണ് നമ്മൾ പറയുക. എ ബിലോങ്സ് ടു എ എന്ന് വേർഡ്സിൽ എഴുതേണ്ട, അതിന്റെ സിംബോളിക്കൽ റെപ്രസെന്റേഷൻ ആണ് ദിസ് വൺ, എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് ഹൗ വി റെപ്രസെന്റ് എ സെറ്റ് എന്നുള്ള, ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എ ഇസ് എ കളക്ഷൻ ഓഫ്, എ ഇസ് എ കളക്ഷൻ ഓഫ്, ബി ഇസ് എ കളക്ഷൻ ഓഫ് എന്നൊക്കെ പറയണ്ടേ. അങ്ങനെ വേർഡ്സിൽ എഴുതുന്നതിന് നമ്മൾ അടുത്തത് റെപ്രസെന്റേഷൻ വരുന്നുണ്ട്, സെറ്റ് റെപ്രസെന്റേഷൻ. എങ്ങനെയാണ് സെറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള. റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ് 2 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം ഓർ ടാബുലാർ ഫോം എന്ന് പറയും. ടാബുലാർ ഫോം. ഇവിടെ നമ്മൾ ലിസ്റ്റിംഗ് ആണ് ചെയ്യുന്നത് കേട്ടോ. ലിസ്റ്റിംഗ് എന്ന കൺസെപ്റ്റും. ദെൻ സെക്കൻഡ് വൺ വരുന്നത് സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുമ്പോൾ അവിടെ നമ്മളൊരു റൂൾ ആണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ റൂൾ ഫോം എന്നും പറയാറുണ്ട്. സെറ്റ് ബിൽഡർ ഫോം. റോസ്റ്റർ ഫോമിൽ ലിസ്റ്റിങ്ങും സെറ്റ് ബിൽഡർ ഫോമിൽ ഒരു റൂളുമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോസ്റ്റർ ഫോം ആണ്. റൂൾ ഫോം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പോൾ റോസ്റ്റർ ഫോം എന്താണെന്നാണ് പറയുന്നത്. റോസ്റ്റർ ഫോം ഓഫ് സെറ്റ്. റോസ്റ്റർ ഫോമിന്റെ അനദർ നെയിം ഈസ് ടാബുലാർ ഫോം. അവിടെ ഞാൻ ബ്രാക്കറ്റിൽ അവിടെ പറഞ്ഞു തന്നു, ലിസ്റ്റിംഗ് എന്നുള്ള കൺസെപ്റ്റാണ് റോസ്റ്റർ ഫോമിൽ പറയുന്നത്. അപ്പം നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട ഒരു സിമ്പൽ, അവിടെ നമുക്ക് വേർഡ് എന്ന് പറയുന്നത് ലിസ്റ്റിംഗ് ഓഫ് നമ്പേഴ്സ് എന്നല്ലേ പറഞ്ഞത്. ഓൾ മെമ്പേഴ്സ്, ഓൾ മെമ്പേഴ്സ് ആർ ലിസ്റ്റഡ് എന്നാണ്. ആൻഡ് സെപ്പറേറ്റഡ് യൂസിങ് കോമ. separated by commas, by commas, and are enclosed within braces എന്നാണ്. ബ്രേസസ് എന്ന് പറയുമ്പോൾ അതൊരു സിമ്പലാണ്. ഇങ്ങനെയുള്ളൊരു സിമ്പൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതാണ് ആ സിമ്പൽ കേട്ടോ, ബ്രേസസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ സാധാരണ പറയാറ് എന്തെന്ന് വെച്ചാൽ എസ് എന്ന് പറയുന്ന ഒരു ലെറ്റർ ഇല്ലേ, സ്റ്റാർട്ടിങ്ങിൽ കുട്ടികൾക്ക് ഇത് ഇടാൻ ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്, എസ് നമ്മളൊന്നിങ്ങനെ നീട്ടി വലിച്ചിടുക, എന്നിട്ട് നമ്മൾ ടൂനെ ഒന്നിങ്ങനെ വലിച്ചിടുക, കണ്ടോ, അപ്പോൾ അത് വരും. അതേപോലെ തിരിച്ച് ടു ഒന്ന് വലിച്ചിടുക, എസ് ആക്കിയിട്ട് താഴേക്ക് വലിച്ചിടുക. എസ് ഇങ്ങനെ ഇട്ടിട്ട് ടു ആകാം, ടൂവിനെ എസിനെയൊക്കെ നമ്മളൊന്നിങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. അതേപോലെ തന്നെ സ്ട്രെച്ച് ചെയ്തിട്ട് ടു എഴുതുക, എസ്സും സ്ട്രെച്ച് ചെയ്തിട്ട് എഴുതുക. ആ ടു സ്ട്രെച്ച് ചെയ്ത് എഴുതുന്ന അവിടുന്ന് എൻഡിൽ നിന്ന് എസ് സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ സിമ്പൽ കറക്റ്റായിട്ട് നമുക്കിങ്ങനെ ഒരു ഹാൻഡിൽ ആ മൂവ്മെൻറ്റ് കറക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യം ഞാൻ ഒന്ന് ജസ്റ്റ് പറയാൻ വിട്ടുപോയി, മെമ്പേഴ്സ്. മെമ്പേഴ്സ് എന്നുള്ളത് എലമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഒരു സെറ്റിലെ എലമെൻറ്റ്സ്, മെമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്നത് എലമെൻറ്റ്സ് എന്നും കൂടിയാണ് കേട്ടോ. അത് പറയാൻ വിട്ടുപോയി, എലമെൻറ്റ്സ് എന്നാണ്. അപ്പോൾ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എന്തും പറയാം, ഓൾ എലമെൻറ്റ്സ് എന്ന് പറയാം. എലമെൻറ്റ്സ് ആർ ലിസ്റ്റഡ് ആൻഡ് സെപ്പറേറ്റഡ് ബൈ കോമസ് ആൻഡ് ആർ എൻക്ലോസ്ഡ് വിത്തിൻ ബ്രേസസ് എന്നാണ് കേട്ടോ. അപ്പോൾ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ആ കളക്ഷനിലെ മെമ്പേഴ്സിൻ്റെ വേറൊരു നെയിമാണ്, അല്ലെങ്കിൽ വേറൊരു ടേം ആണ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റോസ്റ്റർ ഫോമിൽ ഓൾ മെമ്പേഴ്സ് ആർ ലിസ്റ്റഡ് ആൻഡ് സെപ്പറേറ്റഡ് ബൈ കോമാസ് ആൻഡ് ആർ എൻക്ലോസ്ഡ് വിത്തിൻ ബ്രേസസ്. അപ്പോൾ നമുക്ക് അതിലൊരു എക്സാമ്പിൾ നോക്കാമല്ലോ. ബ്രേസസ് ഇടുന്നത് എങ്ങനെയാണെന്ന് ഓർമ്മയില്ലോ, സ്ട്രെച്ച് ചെയ്തിട്ട് എസ് എൻഡ് ചെയ്യുന്നവിടുത്ത് സ്ട്രെച്ച് ചെയ്തിട്ട് ടു എഴുതുന്ന പോലെ ഒന്നുകൊണ്ട് പഠിക്കുക. അപ്പോൾ 1-2 പ്രാവശ്യം അത് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പാറ്റേൺ നമ്മളൊരു ഫ്ലോ ആയിട്ട് കയ്യിൽ വരും, ആ മൂവ്മെൻറ്റ് കേട്ടോ. ഇനി ഇപ്പം നേരത്തെ പറഞ്ഞ ഏറ്റവും സിമ്പിളായിട്ട് എക്സാമ്പിൾസ്, എ ഈസ് ദ സെറ്റ് ഓഫ് all vowels in English alphabet. All vowels in English alphabet. ഇതെന്താ പറയുക, പെട്ടെന്ന് എക്സാമ്പിൾ കിട്ടാൻ വേണ്ടി പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. അതുകൊണ്ടാണ് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് കേട്ടോ. ഓൾ വോവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്, സെറ്റ് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ നെയിം ഓൾറെഡി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യുക കേട്ടോ. എ ഇസ് എ സെറ്റ് ഓഫ് ഓൾ വോവൽസ്. സോ എ ഈസ് ഈക്വൽ ടു ഇസ് എ സെറ്റ് ഓഫ് എന്നാണ്. അപ്പോൾ വിത്തിൻ ബ്രേസസ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ആ ബ്രേസസിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി
എലമെന്റ്സ് ആർ ലിസ്റ്റഡ്. അപ്പോൾ എലമെന്റ്സിനെ നമ്മൾ ലിസ്റ്റ് ചെയ്യണം. എങ്ങനെ ലിസ്റ്റ് ചെയ്യുക? AEIOU ലിസ്റ്റഡ് എന്ന് മാത്രമല്ല പറഞ്ഞത്, ആർ സെപ്പറേറ്റഡ് ബൈ കോമാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എ കോമ ഇട്ടിട്ട് ഇ കോമ ഐ ഒ യു. സോ കംപ്ലീറ്റ് ആയ നമ്മൾ ആ ബ്രേസസിന്റെ ലാസ്റ്റ് പാർട്ട് ക്ലോസ് ചെയ്യുന്ന പാർട്ടും കൊടുക്കുക. അപ്പോൾ ആ സ്ട്രെച്ചിങ് മൂവ്മെന്റ് ഞാൻ പറഞ്ഞില്ല, അത് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു സിമ്പൽ ഒന്ന് കറക്റ്റ് പഠിക്കുക എഴുതാൻ കേട്ടോ. AEIOU. ഇപ്പം ഇത് നമ്മൾ എന്താ പറയുക? എ സെറ്റ് ഓഫ് ഓൾ വോവൽസ്. എ ഈക്വൽ ടു സെറ്റ് AEIOU. അപ്പോൾ എ ഈസ് ദ സെറ്റ് ഓഫ് വോവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് പറയുന്നതാണ് എ ഈസ് ഈക്വൽ ടു സെറ്റ് AEIOU എന്ന് പറയുന്നത്. കണ്ടോ? ഇനി വേറൊരെണ്ണം ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പി ഈസ് ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു 10 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ ഇൻ റോസ്റ്റർ ഫോം? അപ്പോൾ സെറ്റിൻ്റെ നെയിം ഗിവൺ ആണ്. ഗിവൺ ആയതുകൊണ്ട് നമ്മൾ പി ഇസ് ഈക്വൽ ടു എങ്ങനെ വരണം? സെറ്റിൻ്റെ നൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുക. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു 10 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ ഇറ്റ് ഈസ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 and close this braces. കണ്ടോ? അപ്പോൾ പി ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6. ഇത് ഈ ഒരു സെൻറ്റൻസിൻ്റെ നൊട്ടേഷൻ അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ ആണ് ഈ പറഞ്ഞത്. ഇതാണ് ലിസ്റ്റ് ഫോം. അപ്പം നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഫോം ആയിട്ട് എഴുതാൻ പറ്റും. അപ്പം നമ്മൾ വെറുതെ എ ഈക്വൽ ടു എ ഈസ് ദ സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ്. എ ഈസ് ദ സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് പറയാൻ പറ്റും നോക്കൂ? എ ഈസ് ഈക്വൽ ടു ഓഡ് നമ്പേഴ്സ് ഏത് വയ്ക്കുക? 1, 3, 5, 7 കോമ ഇട്ടിട്ട് ഇതിങ്ങനെ എൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എക്സെട്ര എന്നുള്ളതിന് ആ ഡോട്ട്സ് കൊടുക്കുന്നു, എന്നിട്ട് ബ്രേസസ് ക്ലോസ് ചെയ്യുന്നു. സോ എ ഈക്വൽ ടു സെറ്റ് 1, 2, 3, 5, 7 എക്സെട്ര. ദാറ്റ് മീൻസ് ദാറ്റ് സെറ്റ് ഇസ് നോട്ട് എൻഡിങ്, അല്ലെങ്കിൽ ദ എലമെന്റ്സ് അവിടെ എൻഡ് വരുന്നില്ല. നമ്മൾ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ളൊരു സെറ്റാണ് കേട്ടോ. അതിനാണ് അവിടെ 3 ഡോട്ട്. ആ ഡോട്ട് റെപ്രസെൻറ്റേഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ ഡോട്ട് വന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്, സെറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിട്ട്. ഇവിടെ നമുക്ക് കുറച്ച് ലെറ്റേഴ്സ് ഫെമിലിയർ ആയിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു സെറ്റ് റെപ്രസെൻറ്റേഷനിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യണം എന്ന്. പക്ഷേ കുറച്ച് ലെറ്റേഴ്സ് ഫിക്സഡ് ആണ്. ഇപ്പോൾ 1 ബിലോങ്സ് ടു n എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു മീനിങ് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ചില ലെറ്റേഴ്സ് നമുക്ക് കൃത്യമായിട്ട് അറിയണം. ദാറ്റ് ലെറ്റേഴ്സ് റെപ്രസെൻറ്റ് വിച്ച് ടൈപ്പ് ഓഫ് സെറ്റ് എന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ലെറ്റേഴ്സ് പറയാണ്. ഫസ്റ്റ് വൺ n. n represents the set of natural numbers. n is a set of natural numbers. z. z is a set of integers. Set of all integers ആണ്. all integers. അപ്പോൾ ഇവിടെ ഞാൻ നാച്ചുറൽ നമ്പറിനെ എഴുതിയിട്ടുള്ളൂ. നമ്മൾ കംപ്ലീറ്റ് പറയണം. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് കേട്ടോ അത്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ് n. Z is a set of all integers. And thirdly, Q is a set of all rational numbers. Rational numbers. Then R is a set of all real numbers. Real numbers. Then Z plus എന്ന് പറയുമ്പോൾ പ്ലസ് എന്ന സിമ്പൽ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ Z plus means set of all positive integers. Positive integers. R plus means set of all positive real numbers. Positive real numbers. ഇപ്പോൾ ലെറ്റേഴ്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. N, Z, Q ആൻഡ് R. അതിൻ്റെ കൂടെ നമ്മൾ പ്ലസ്. എന്നിന് പ്ലസ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. n എന്ന് പറയുന്നത് ഓൾറെഡി 1, 2, 3, 4 ആണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? 1, 2, 3, 4 എക്സെട്ര. അതാണ്. അപ്പോൾ പിന്നെ അവിടെ പ്ലസ് ഓർ മൈനസിൻ്റെ ആവശ്യം വരുന്നില്ല. ഇൻഡിജേഴ്സിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഏതൊക്കെയാണ്? 0, 1, 2,
3 എക്സെട്ര വരുന്നു. അതിൻ്റെ കൂടെ -1 -2 -3 എക്സെട്ര എന്ന് വരുന്നതാണ് ഇൻഡിജേഴ്സ് കേട്ടോ. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ P/Q ഫോം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ്. ആ ഫോമിൽ എഴുതുന്ന എല്ലാതും റാഷണൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ റാഷണൽ ആൻഡ് ഇറാഷണൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് റിയൽ നമ്പേഴ്സ് വരുന്നത്. അപ്പോൾ Z+ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഇൻഡിജേഴ്സ്. പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ 1 2 3 എക്സെട്ര മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും ആണ് R+ൽ വരുന്നത്. അപ്പോൾ ഈ ലെറ്റേഴ്സ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയണേ. N, Z, Q, R, Z+ എന്നൊക്കെ പറയുന്ന ലെറ്റേഴ്സ് കേട്ടോ. അത് നമുക്കൊരു സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ പോലെ പറഞ്ഞതാണ് N. ഇത് നിങ്ങൾ 9th മറ്റോ വന്നിട്ടുണ്ട് ഈ ലെറ്റേഴ്സ്. അതിന് പ്ലസ് ചേർത്തിട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇല്ലെങ്കിൽ നമ്മളത് ഒന്ന് ഓർത്ത് നോക്കുക. വന്നിട്ടുണ്ട് N, Z, Q, R എന്നൊക്കെ പറയണത് നമ്മൾ ആ ലെറ്റേഴ്സ് അവിടെ പഠിക്കുന്നുണ്ട് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കേട്ടോ. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൈറ്റ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് x² + 5x + 6 = 0. ഇവിടെ നമ്മൾ ക്വാഡ്രാറ്റിക് ആണ്. ക്വാഡ്രാറ്റിക്കിന്റെ സൊല്യൂഷൻ സെറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ക്വാഡ്രാറ്റിക് ആണ്. x² + 5x + 6 = 0. അത് നിങ്ങൾക്ക് ഏത് മെത്തേഡിലാണോ നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഈസി ആ മെത്തേഡിൽ ചെയ്യാം. അതെന്ന് വെച്ചാൽ ഒരു മെത്തേഡ് നമ്മൾ പഠിക്കുന്ന ക്വാഡ്രാറ്റിക്കിൽ -b + or - എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തിട്ട് x = -b + or - (b² - 4ac whole divided by 2a എന്ന് പറയുന്നത്. അപ്പോൾ a is the coefficient of x². So here a is equal to 1. b is the coefficient of x, 5. c is the constant term, so c is equal to 6. So x equal to -5 + or - (b²) it is 25 - 4 × 1 × 6 whole divided by എന്ത് വരും 2. 2 × 1 2. So -5 + or - (25 - 24) divided by 2. -5 + or - (1). √1 എന്ന് പറയുമ്പോൾ 1/2. -5 + 1/2 -5 -1/2. -5 + 1 എന്ന് പറയുമ്പോൾ -4 -4/2 and -6/2 വരും. -4/2 -6/2. It becomes -2 and -3. So collection, right? The solution set എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? The solution set is set -2 -3. കണ്ടോ? ഇങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്. ഇത് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തത്. ചില കുട്ടികൾക്ക് ക്വാഡ്രാറ്റിക് ഫോർമുലയെക്കാളും ഫാക്ടറൈസേഷൻ ദ മിഡിൽ ടേം. ചില കുട്ടികൾക്ക് ക്വാഡ്രാറ്റിക് ഫോർമുലയെക്കാളും ഈസി ആയിട്ട് മിഡിൽ ടേം ഫാക്ടറൈസേഷൻ ആണ് ഓർമ്മ വരുന്നത്. അങ്ങനെയുള്ളവർ ആ മെത്തേഡിൽ ചെയ്യുക. എന്ന് വെച്ചാൽ സം 5ഉം പ്രൊഡക്റ്റ് 6ഉം വരുന്നത്. പ്രൊഡക്റ്റ് 6ഉം വരുന്ന നമ്പേഴ്സ്. അപ്പോൾ പ്രൊഡക്റ്റ് 6 എന്ന് പറയുമ്പോൾ 6 1 × 6ഉം വരാം, 2 × 3ഉം വരാം. അത് 2 × 3ൽ 2ഉം 3ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 വരുന്നതുകൊണ്ട് ഈ ക്വാഡ്രാറ്റിക്കിലെ പോളിനോമിയൽ പാർട്ട് x² + 2x + 3x + 6 = 0 എന്നുള്ള ഫോമിൽ വരും. സോ ഫസ്റ്റ് 2 ടേംസിൽ x കോമൺ ആയതുകൊണ്ട് x + 2 പ്ലസ് നെക്സ്റ്റ് 2 ടേംസിൽ 3 കോമൺ ആയതുകൊണ്ട് 3 × x + 2 = 0. Then again x + 2 is common. x + 2 × x + 3 is equal to 0. x + 2 = 0. x + 3 = 0 എന്ന് നമ്മൾ കൊടുക്കുമ്പോൾ x = 2 -2. സെക്കൻഡ്ലി x = -3. ഇത് ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ഈസി ആ മെത്തേഡിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഏത് മെത്തേഡിൽ കണ്ടുപിടിച്ചാലും ഫൈനൽ ആൻസർ ദ സൊല്യൂഷൻ സെറ്റ് ഈസ് സെറ്റ് -2 -3. ഇപ്പോൾ റോസ്റ്റർ ഫോം ഇങ്ങനെയാണ്. അത് ഏത് സെറ്റ് ചോദിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത് കേട്ടോ. പക്ഷെ റോസ്റ്റർ ഫോം എഴുതുമ്പോൾ മെയിൻലി 2 റൂൾസ് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അതിൽ മെയിനായിട്ട് വരുന്ന പോയിന്റ്സ് ആണ്. ഫസ്റ്റ് വൺ, എലമെന്റ്സ് should not be repeated. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഓർഡർ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് പറയുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കുക.
ഓർഡർ ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓർഡറിന് ഇമ്പോർട്ടൻസ് വരുന്നില്ല. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ ഈക്വൽ ടു സെറ്റ് എ ഇ ഐ ഒ യു എന്ന് പറയുമ്പോൾ നമുക്കത് എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ഐ ഒ യു ഇ എന്ന് എഴുതിയാലും ദീസ് ടു സെറ്റ്സ് ആർ സെയിം. അവിടെ നമ്മൾ ഓർഡർ ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്, പക്ഷെ സെറ്റ് സെയിം ആണ്. അപ്പോൾ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല, നിങ്ങൾക്ക് ഏത് ഓർഡറിലും വേണമെങ്കിലും എഴുതാം എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു എലമെൻറ്റും റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പാടില്ല. അപ്പം നമുക്കിപ്പോൾ ബി ഈക്വൽ ടു സെറ്റ് 2 2 1 3 എന്നൊന്നും പറഞ്ഞ് എഴുതാൻ പാടില്ല. ഇവിടെ 2 റിപ്പീറ്റിംഗ് ചെയ്യുന്നുണ്ട്, അത് ഒഴിവാക്കണം. റിപ്പീറ്റ് ചെയ്യാതെ ഒരു 2 എഴുതിയിട്ട് 1 3 എന്ന് എഴുതണം. പിന്നെ അതുപോലെ വരുന്നത് ഒരു എക്സാമ്പിൾ സ്കൂൾ എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സിൻ്റെ സെറ്റാണ്. ആ സെറ്റിനെ നമുക്കപ്പോൾ എങ്ങനെ എഴുതാം? ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നതുകൊണ്ടാണ് നമ്മൾ ഈ സെറ്റിനകത്ത് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞത് എലമെൻറ്റ്സിനെ സ്മോൾ ലെറ്ററിലാണ് റെപ്രസെൻറ്റ് ചെയ്യാന്നാണ്. പക്ഷേ സ്കൂൾ എന്നുള്ളൊരു വേർഡ് നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നത് ഒരു സിമ്പൽ പോലെ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ അതുപോലെയാണ് എഴുതുന്നത് കേട്ടോ. SCHO എഗെയിൻ O ഈസ് റിപ്പീറ്റിംഗ്, അപ്പോൾ നമുക്കത് എഴുതേണ്ട L. അപ്പോൾ സ്കൂൾ എന്ന് നോക്കുമ്പോൾ നമുക്കവിടെ 6 ലെറ്റേഴ്സ് ആയിട്ട് ഫൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും O റിപ്പീറ്റഡ്ലി വരുന്നതായതുകൊണ്ട് നമ്മൾ സെറ്റ് എഴുതുമ്പോൾ 5 ലെറ്റേഴ്സേ അതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ സെറ്റിൽ 2 റൂൾസ് ആണ്. റൂൾസ് എന്ന് പറയുന്നേക്കാൾ പോയിന്റ് ശ്രദ്ധിക്കുക. എലമെൻറ്റ്സ് ഷുഡ് നോട്ട് ബി റിപ്പീറ്റഡ് ആൻഡ് സെക്കൻഡ്ലി ഓർഡർ ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് അത് ഏത് ഓർഡറിൽ എഴുതിയാലും സെറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പാടില്ല. ഈ 2 കാര്യങ്ങളാണ് ലിസ്റ്റ് ഫോമിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സെറ്റ് എന്ന ചാപ്റ്ററിലെ ലിസ്റ്റ് ഫോം വരെയുള്ള കണ്ടന്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വൺ സെറ്റ് ഡെഫിനിഷൻ, കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ്. വെൽ ഡിഫൈൻഡ് എന്നുള്ള മീനിങ്ങിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അതിൽ വരുന്ന മെമ്പേഴ്സിനെയും ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ മെമ്പർ അല്ലെങ്കിൽ ആ എലമെൻറ്റ് അതിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ നമുക്ക് കഴിയണം കേട്ടോ. അതുതന്നെയാണ് സെറ്റിൻ്റെ ഡെഫിനേഷൻ വരുന്നത്. പിന്നെ സെറ്റിൽ റെപ്രസെൻറ്റേഷൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് സെറ്റ് നമ്മൾ പറയുക, ഡിനോട്ട് ചെയ്യുക. അതിൽ എലമെൻറ്റ്സിനെ മെയിൻലി സ്മോൾ ലെറ്റേഴ്സ് തന്നെയാണ്. ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ട് വേർഡ് തരുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അതിനെ ക്യാപിറ്റൽ ലെറ്ററിൽ എക്സ്പ്രസ് ചെയ്യുക കേട്ടോ. പിന്നെ വരുന്നത് ബിലോങ്സ് ടു എന്നുള്ള സിമ്പലാണ്. ദെൻ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കുറച്ച് നമ്പേഴ്സ് NZ Q അങ്ങനെയുള്ള ലെറ്റേഴ്സ് നോക്കുക. പിന്നെ റോസ്റ്റർ ഫോമും ടാബുലർ ഫോമുമാണ്. അതിൽ നമ്മൾ ടാബുലർ ഫോം പറഞ്ഞിട്ടില്ല, റോസ്റ്റഡ് ഫോമേ പറഞ്ഞിട്ടുള്ളൂ. ലിസ്റ്റിംഗ് ഓഫ് നമ്പേഴ്സ്, സെപ്പറേറ്റിംഗ് ബൈ കോമാസ് ആൻഡ് വിത്തിൻ ബ്രേസസ്. ആ ബ്രേസസ് എഴുതുന്ന മെത്തേഡും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അത്രയും നോട്ട് ചെയ്യുക കേട്ടോ.